ദൈവത്തിന്റെ മഹത്വം. ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലായി കർത്താവിന്റെ വരവിനെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്നും അതുമായി ബന്ധപ്പെട്ടാണ് ഞാനിന്നും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ വരവിന്റെ നിഴലിൽ ജീവിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിന്ന് ജീവിക്കുന്ന ലോകം വളരെ വേഗത്തിൽ അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർത്തമാനകാല സംഭവങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു. അതിനായിട്ടുള്ള ശബ്ദങ്ങളും കാൽപെരുമാറ്റങ്ങളും ഒക്കെ നാം കേട്ടു തുടങ്ങിയത് കൊണ്ട് ആ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിഴലിനെ തിരിച്ചറിഞ്ഞ് ആ സത്യത്തെ ഗ്രഹിച്ച് അവയുമായി നാം കാര്യങ്ങൾ മനസ്സിലാക്കി അവയുമായി ബന്ധപ്പെട്ട് അവന്റെ നിഴലിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്കറിയാം, ആരെങ്കിലും ഒരാൾ എവിടുന്നെങ്കിലും വരികയാണെങ്കിൽ അദ്ദേഹം അടുത്തു വരുമ്പോൾ പ്രകാശമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിഴൽ അദ്ദേഹം വരുന്നതിന് മുമ്പ് വരുമെന്നുള്ളതാണ്. ആ നിഴൽ എന്നത് ഒരു യാഥാർത്ഥ്യമല്ലെങ്കിലും ആ വ്യക്തി എന്നത് യാഥാർത്ഥ്യമാണ്. ആ വ്യക്തി അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ വരവിന്റെ നിഴലിനെ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ആ നിഴൽ എന്നത് യാഥാർത്ഥ്യമല്ലെങ്കിലും ആ വരുന്ന വ്യക്തി എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഏറ്റവും അടുക്കൽ എത്തിയിരിക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്നുള്ളതാണ്. ഇപ്പൊ രാജാവ് രാജ്യത്തിന്റെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ രാജാവ് ചെല്ലുന്നതിന് മുമ്പ് വിളംബരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചില ദിവസങ്ങൾക്ക് മുമ്പേ ആ കാര്യങ്ങൾ ആ സ്ഥലങ്ങളിലുള്ളവരോട് അറിയിക്കുന്നത് പതിവാണ്. അതുകൂടാതെ തന്നെ രാജാവിന്റെ സന്ദേശവാഹകനായിരിക്കുന്ന വ്യക്തി രാജാവിന് വേണ്ടി പാത നിരപ്പാക്കുവാൻ വേണ്ടി നേരത്തെ അതിനുള്ള എല്ലാ ക്രമീകരണം ചെയ്യും, വഴികൾ വൃത്തിയാക്കും. രാജാവിന് വരേണ്ട സ്ഥലങ്ങളെല്ലാം അതിൻ്റെതായിട്ടുള്ള നിലയിൽ മനോഹരമാക്കി അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്നുള്ളതാണ്. ഒരു രാജാവ് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പോലെ നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ അവന്റെ വരവിന്റെ ലക്ഷണങ്ങൾ, ആ തയ്യാറെടുപ്പുകൾ ഒക്കെ നാം കാണുമ്പോൾ കർത്താവിന്റെ വരവിന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്താണ് നാം എല്ലാം വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്കറിയാം, രാത്രിയുടെ നീളങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോഴും ആ പ്രകാശമൊന്നും പകലിന് വേണ്ടി കണ്ടില്ല എങ്കിലും സൂര്യൻ ഉദിക്കുവാനുള്ള സാഹചര്യങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും കോഴിക്കറിയാം ഒരു പ്രഭാതം വരാൻ പോവുകയാണ്. ആ രാത്രിയിൽ തന്നെ വെളിച്ചം വീശുന്നതിന് മുമ്പ് തന്നെ, മനുഷ്യർ ആരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ കോഴി കൂവുകയും അത് ലോകത്തോട് വിളിച്ചറിയിക്കുന്നത് ഒരു പ്രഭാതം വരാൻ പോവുകയാണ്, ഒരു സൂര്യൻ ഉദയം ചെയ്യാൻ പോവുകയാണ്, ഒരു പുലരി ഉണ്ടാകാൻ പോവുകയാണെന്ന് കോഴി അത് വിളിച്ചറിയിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുയില് പാടുന്നതും മൈന പാടുന്നതും മറ്റ് പക്ഷികൾ പാടുന്നതും കുരുവി പാടുന്നതും ഒക്കെ ലോകത്തോടുള്ള ഒരു സന്ദേശം. പുലരി അടുത്തിരിക്കുന്നു, പ്രഭാതം വരാൻ പോകുന്നു, സൂര്യൻ ഉദിക്കാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണ്, അതിന്റെ നിഴലാണ് അവിടെ കാണുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ചെറിയ ചെറിയ ജീവികൾ പോലും അതെ മണ്ണിലും അതുപോലെ മാളങ്ങളിലും അതുപോലെ തന്നെ പുല്ലുകളിലും ഒക്കെ ഇരിക്കുന്ന ചെറിയ ചെറിയ ജീവികൾ പോലും അതിന്റെ ശബ്ദത്തിന്റെ സ്വരം മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ അതിന്റെ ശബ്ദത്തിന്റെ സ്വരം മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രഭാതം വരാൻ പോവുകയാണ് എന്നുള്ളതാണ്. മനുഷ്യർ രാത്രിയുടെ നീളങ്ങളിൽ ഉറങ്ങുമ്പോഴും ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും ഈ പക്ഷികളും ഈ മൃഗങ്ങളും അതുപോലെ ഈ കൊച്ചു കൊച്ചു ജീവികളും ഒക്കെ അതിൻ്റെതായ സ്വരം മാറ്റുകയും അതിന്റെ പാട്ട് പാടുകയും കോഴി കൂവുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വിളംബരം ചെയ്യാൻ പോകുന്നത് ഒരു പുലരി വരാൻ പോകുന്നു എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനായി കാത്തിരിക്കുന്ന ഒരാൾ ആദ്യമേ സിഗ്നൽ വരുമ്പോൾ അവർക്കറിയാം ട്രെയിൻ വേഗത്തിൽ വരാൻ പോവുകയാണ്. അതിന്റെ അനൗൺസ്മെന്റുകൾ വരുമ്പോൾ അവർ മനസ്സിലാക്കും ഈ ട്രെയിൻ വേഗത്തിലൂടെ എത്തിച്ചേരാൻ പോവുകയാണ്. അതിനുശേഷം അതിന് കാത്തിരിക്കുന്നവർ വെളിച്ചം കാണും. വെളിച്ചം കാണുമ്പോൾ അവർക്ക് കൂടുതൽ വ്യക്തമാകും ഈ ട്രെയിൻ അവരുടെ അടുക്കിലേക്ക് വരാൻ പോവുകയാണ്. അതിനുശേഷം ട്രെയിൻ ഏറ്റവും അടുത്ത് വരുമ്പോൾ ആ ഭൂമി കുലുങ്ങുവാനിടയാകും. അവരുടെ കാലിലും ശരീരത്തിലും അത് അനുഭവിക്കുമ്പോൾ അവർക്ക് കൃത്യമായി അറിയാം അവിടെ മുമ്പിൽ ട്രെയിൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് കർത്താവിന്റെ വരവ് എന്നുള്ളത്. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ സിഗ്നലുകളുണ്ട്, അവയോടുള്ള ബന്ധത്തിൽ വെളിച്ചം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ അനുഭവിച്ചറിയത്തക്ക നിലയിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ കർത്താവുമായും ദൈവവചനവുമായും ബന്ധമുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും, നാം ആയിരിക്കുന്നത് അവസാന പീരീഡിന്റെ അവസാന കാലയളവിലാണ് നാം വന്നെത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ പക്ഷികൾ ആകാശത്തിൽ ലക്ഷണങ്ങൾ കാണുകയും അതുപോലെ തിരിച്ചറിയുകയും മൃഗങ്ങളും അതുപോലെ തന്നെ ഭൂമിയിലുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ കാലങ്ങളുടെ വ്യത്യാസങ്ങളും പ്രകാശവും ഒക്കെ കണ്ട് കാര്യങ്ങളെ ഗ്രഹിച്ച് തിരിച്ചറിയുമെങ്കിൽ ദൈവസഭയും ദൈവജനവും ലോകത്തുള്ളവർക്കും ദൈവികമായ ലക്ഷണങ്ങൾ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ വീക്ഷിക്കുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാം എന്നുള്ളതാണ്. എന്നാൽ അവർ തിരിച്ചറിയുന്നത് പോലെ ദൈവസഭയും ദൈവമക്കളും അത് തിരിച്ചറിയണമെന്നുള്ളതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് പലരും ഇതിന്റെ സത്യങ്ങളും ഇതിന്റെ ലക്ഷണങ്ങളും ഒക്കെ
നമ്മുടെ മുമ്പിൽ കൺമുൻപാകെ വന്നതിന് ശേഷവും അത് തിരിച്ചറിയാൻ കഴിയാത്തത് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ചുറ്റുപാടും ഈ ലക്ഷണങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ആ പുലരിക്കായി നാം ഒരുങ്ങണമെന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഈ പക്ഷികളും മൃഗങ്ങളും അതേപോലെ ജീവജാലങ്ങളും ഒക്കെ സൂര്യന്റെ ആ രശ്മി ഭൂമിയെ തൊടുന്നതിന് മുമ്പ് തന്നെ ആ ഇരുട്ടിൽ തന്നെ പുലരി വരുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലെ ദൈവസഭ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞു വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ആയതിനാൽ ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ ഈ കർത്താവിന്റെ വരവിന്റെ അല്ലെങ്കിൽ അതിന്റെ നിഴലുകൾ എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും നാം എങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടക്കണമെന്നും എങ്ങനെ നാം ഈ കാര്യങ്ങൾ ഗ്രഹിക്കണമെന്നും തിരുവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുക എന്നുള്ളതാണ് ഈ വേദഭാഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഉറങ്ങുന്നവൻ എഴുന്നേൽക്കണം എന്ന് പറയുകയാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു. ഒന്നുകൂടെ ഒന്ന് വായിക്കാം ആ വേദഭാഗം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഉറക്കം എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്താണ് ഉറക്കം? രാത്രിയിൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന ഉറക്കത്തെ കുറിച്ചല്ല പറയുന്നത്. നമുക്കറിയാം 10 കന്യകമാരുടെ ഉറക്കത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാലും അവർ ചിലർ എണ്ണ കരുതിയിരുന്നു എന്നും. എന്നാൽ ഒരു ഭൗതികമായ ഒരു ഉറക്കത്തെ കുറിച്ചല്ല പറയുന്നത്. ആത്മീയമായി ഓരോ വ്യക്തിക്കും നഷ്ടപ്പെട്ടു പോകുന്ന ആ താല്പര്യം, അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹം അല്ലെങ്കിൽ ഉത്സാഹം, ഇവയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഉറക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാഴിക എത്തിയിരിക്കുന്നത് കൊണ്ട് ഉറങ്ങുന്ന ഓരോ വ്യക്തിയും എഴുന്നേൽക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് മനുഷ്യർ ഉറങ്ങുന്നത്, എങ്ങനെയാണ് വിശ്വാസികൾ ഉറങ്ങുന്നതെന്ന് നോക്കിയാൽ നമുക്കറിയാം, അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ ഒളിച്ചോടുകയാണ്, അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അവർ വഴുതി മാറുകയാണ്, അവർ സാഹചര്യങ്ങളെ പഴിപറയുകയാണ്, അവർ ലോകമോഹങ്ങളിലും ധനത്തിന്റെ ചിന്തകളിലും ലോകത്തിന്റെ വഴികളിലും നടന്ന് അവരുടെ ഉള്ളിലുള്ള ആത്മീയ തീക്ഷ്ണത നഷ്ടപ്പെട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തെയാണ് ഉറങ്ങുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടം ഏറ്റവും അന്ത്യമായിട്ടുള്ള കാലഘട്ടമായതുകൊണ്ട്, കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ഓരോ വ്യക്തിയും ഉറങ്ങുന്നവരായി തീരാതെ, അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ, അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴി മാറാതെ അവർ എഴുന്നേറ്റ് അവർ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലെ, അടുത്ത വാക്യം തന്നെ അടുത്ത വാക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പിന്നെ നമുക്ക് ചില കാര്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രാത്രി എന്ന് പറയുന്നത് ലോക ജീവിതമാണ്. അന്ധകാരം നിറഞ്ഞ ഈ ലോകം, പാപം നിറഞ്ഞ ഈ ലോകം, ഇരുട്ട് നിറഞ്ഞ ഈ ലോകം, അങ്ങനെ ഈവിൾ ഏജ്, ഈവിൾ വേൾഡ് എന്ന് പറഞ്ഞ തിന്മ നിറഞ്ഞ ഈ ലോകത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ രാത്രി എന്ന് പറയുന്നത്. തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ തിന്മകൾ കൊണ്ട് ഭരണാധികാരികൾ ഭരണങ്ങൾ നടത്തുകയാണ്. അതുപോലെ തന്നെ ദൈവത്തെ നിഷേധിക്കുന്നവരാണ്, ദൈവമക്കളെ പീഡിപ്പിക്കുന്നവരാണ്. അങ്ങനെ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. ഈ തിന്മ നിറഞ്ഞ ലോകം, അല്ലെങ്കിൽ അതാണ് ഇരുട്ടിനെ കാണിക്കുന്നത്, ഇത് കഴിഞ്ഞു പോകാൻ പോവുകയാണ്. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പകൽ അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ദുഷ്ടലോകം മാറി മറ്റൊരു ഭരണ സംവിധാനം വരാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഉണരുവാൻ വേണ്ടി പറയുകയാണ്. അവിടെ 3-ാമതായി മറ്റൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, രക്ഷ നാം വിശ്വസിച്ചതിനേക്കാൾ അടുത്തായിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ എന്താണ് രക്ഷ എന്ന് പറയുന്നത്? നാം എല്ലാം രക്ഷിക്കപ്പെട്ടവരെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത്. എപ്പോഴാണ് നാം രക്ഷിക്കപ്പെട്ടത്? യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നാം രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ നമുക്ക് പാപക്ഷമ ലഭിച്ച് കർത്താവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് തിരുമേശയിൽ പങ്കുചേർന്ന് സഭയുടെ ആക്റ്റീവ് മെമ്പറായി നാം ജീവിക്കുന്നു. നാം പറയുന്നു നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പറയുന്നു നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ആദ്യം പറഞ്ഞിരിക്കുന്ന രക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യവും നമ്മുടെ ഉള്ളത്തിൽ ദൈവം നൽകിയ സമാധാനവും ദൈവത്തോടുള്ള നിരപ്പും അങ്ങനെ നാം പ്രാപിച്ചെടുത്ത ആത്മീയ രക്ഷയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരം ഒരിക്കലും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതിന്റെ ശാരീരികമായ വീണ്ടെടുപ്പ് നടക്കേണ്ട സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് ആ രക്ഷ പൂർണ്ണമായി ശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതൽ, പൂർണ്ണമായ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാൽവേഷൻ,
നാം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നാം വിശ്വസിച്ചതിനേക്കാൾ അടുത്തായിരിക്കുന്നു രക്ഷ എന്ന് പറയുകയാണ്. എന്നാൽ നൂറ്റാണ്ടുകളായി ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും നാം ഓരോരുത്തരും കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശരീരത്തിൽ നമുക്കൊരു മോചനമാണ്. ഒരു പുതിയ ഒരു ശരീരം നമുക്ക് വേണം, ഒരു ഉയർത്തെഴുന്നേറ്റ ശരീരം നമുക്ക് വേണം. നമ്മുടെ ഈ വേദനകൾ ഉള്ള ഈ ലോകത്തിൽ നിന്നൊരു മോചനം വേണം. അത് പൂർണ്ണമായി പ്രാപിച്ചെടുക്കുവാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് നാം വിശ്വസിച്ചതിനേക്കാൾ അധികം അടുത്ത രക്ഷയായിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നിഴൽ എന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി അടുത്ത് വരുമ്പോൾ നമ്മൾ പ്രകാശം ഉദിക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ് നിഴൽ എന്ന് പറയുന്നത്. പ്രകാശമില്ലെങ്കിൽ നിഴൽ കാണാൻ കഴിയുകയില്ല. ഒരു പ്രകാശത്തിലാണ് നിഴൽ വെളിപ്പെട്ട് വരുന്നത്. ഒരു വ്യക്തി മറഞ്ഞു നിൽക്കുകയാണെങ്കിലും അടുത്തു വരികയാണെങ്കിൽ എന്തെങ്കിലും മറവ് അദ്ദേഹത്തിനുണ്ടെങ്കിലും നിഴൽ നമുക്ക് ആദ്യം കാണാമെന്നുള്ളതാണ്. കാരണം അടുത്തൊരു വ്യക്തി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ വചനം പറയുന്നു, ഇതൊക്കെ സംഭവിക്കുമ്പോൾ കർത്താവ് വാതിൽക്കലെത്തിയിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ലക്ഷണങ്ങൾ പറഞ്ഞതിന് ശേഷം യേശു പറയുന്നുണ്ട്. അതാണ് നിഴൽ എന്ന് പറയുന്നത്. ഇവിടെ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ന്യായപ്രമാണത്തെയും നിഴലിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സത്വ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ഇപ്പൊ ന്യായപ്രമാണം എന്ന് പറയുന്നത് വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ പിന്നീട് നമുക്കറിയാം നിഴൽ മാറി അതിനുശേഷം സദ്ഗുണ പൂർത്തി വരുത്തുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് വളരെ കൃത്യമായി പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിഴൽ ഒരു യാഥാർത്ഥ്യമല്ല, എന്നാൽ സ്വരൂപവുമല്ല, മറിച്ച് ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നാം കാണുന്ന ഒരു വസ്തുവാണ് നിഴല് എന്ന് പറയുന്നത്. കർത്താവിന്റെ വരവ് കർത്താവ് ഇതുവരെ വന്നിട്ടില്ല, കർത്താവ് വന്നു എന്നും അല്ലെങ്കിൽ അതിന്റെ ഡേറ്റുകൾ പറയുന്നവരുമായിട്ടുള്ള അനവധി പേർ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ബൈബിൾ ഒരിക്കലും എന്താണ് കർത്താവ് വരുന്നത് എന്നുള്ളതിന് ഡേറ്റ് പറയുവാനോ പ്രത്യേകിച്ച് വർഷം പറയുവാനോ നമുക്ക് കഴിയില്ല. മറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം കർത്താവിന്റെ വരവ് ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഈ നിഴല് നാം കാണുമ്പോൾ എങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം നാം ത്വരിതപ്പെടുത്തണമെന്നും നാം മെച്ചപ്പെടുത്തണമെന്നും നാം എങ്ങനെ അതിനായി കർത്താവിന്റെ വരവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നും അതുപോലെ അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ നാം തിരിച്ചറിയണമെന്നുള്ളതാണ്. എങ്ങനെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും, അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് എങ്ങനെ കർത്താവ് വരുന്നു അല്ലെങ്കിൽ വരുന്നതിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലൂക്കോസ് 21:25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാർ ആകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ നിന്ന് വരുന്നത് അവർ കാണും. മതി, നമുക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇവിടെ കുറെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. നക്ഷത്രങ്ങൾ താഴേക്ക് വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ ഉൾക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ഒറിജിനൽ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് സൂര്യൻ കരിമ്പടം പോലെ കറക്കുമെന്ന് പറയുന്നുണ്ട്. ചന്ദ്രൻ രക്ത തുല്യമായി മാറുമെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബൈബിളിലെ ചില വ്യത്യസ്തമായ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അതിനെ കുറിച്ച് കാണുന്നുണ്ട്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ മാസം തന്നെ സെപ്റ്റംബർ മാസം 7-8 നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നോക്കുന്നവർക്ക് ചന്ദ്രഗ്രഹണം കാണാൻ കഴിയും. കാരണം ചന്ദ്രനെ പൂർണ്ണമായി ഭൂമി വന്ന് മൂടുകയും അങ്ങനെ അവിടെ രക്തതുല്യമായി അല്ലെങ്കിൽ ചുവന്ന നിറം ചന്ദ്രനിൽ കാണുവാനിടയായി എന്നുള്ളതാണ്. അത് ഒരു ചന്ദ്രഗ്രഹണമാണ്. അതുപോലെ തന്നെ സൂര്യഗ്രഹണം ഉണ്ടാകാം, അപ്പോൾ ഇരുട്ടുണ്ടാകാം എന്നുള്ളതാണ്. എന്നാൽ വരാൻ പോകുന്ന കാലങ്ങളിൽ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ അത് പരിപൂർണമായി കൂടുതൽ വ്യക്തതയോട് ആകാശത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് ചന്ദ്രനിൽ ഉണ്ടാകുന്ന ഇരുട്ടും ചന്ദ്രനിൽ ഉണ്ടാകുന്ന രക്തതുല്യമായ അവസ്ഥയും അതേപോലെ സൂര്യനിൽ ഉണ്ടാകുന്ന ഇരുട്ടുമൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെന്ന് തിരുവചനം പറയുകയാണ്. നക്ഷത്രങ്ങൾ താഴേക്ക് വീഴുന്നു അല്ലെങ്കിൽ ഉൾക്കകൾ താഴേക്ക് വീഴുന്നു എന്ന് മനസ്സിലാക്കുന്നു.
അതേപോലെ ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുന്നതായി പറയുകയാണ്. ആകാശ ശക്തികളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ സൂര്യനും ചന്ദ്രനും അതേപോലെ നക്ഷത്രങ്ങളുമാണ് ആകാശത്തിലെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ മറ്റ് ശക്തികൾ എന്ന് പറഞ്ഞാൽ ആകാശമണ്ഡലങ്ങളെ ഭരിക്കുന്ന അന്ധകാര ശക്തികളാണ്. ഈ ശക്തികൾക്കുണ്ടാകുന്ന ആ മാറ്റങ്ങളും ഇളക്കങ്ങളും ഒക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കടലിനുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, അതേ വലിയ തിരമാലകൾ അല്ലെങ്കിൽ കടൽക്ഷോഭം പോലെയുള്ള സംഭവങ്ങൾ കൊണ്ട് മനുഷ്യർ പരിഭ്രമിച്ചു പോകും. മനുഷ്യർ വളരെയധികം ഭീതിപ്പെട്ട് ഒരവസ്ഥയിലേക്ക് മനുഷ്യർ പോകും. പ്രത്യാശയില്ലാത്ത മനുഷ്യർ, കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രതീക്ഷയില്ലാത്തവർ, അവർ വളരെയധികം പരിഭ്രമിച്ച് അവർ ഭയന്നു പോകുമെന്ന് തിരുവചനം വായിക്കുകയാണ്. ഇതാണ് മറ്റ് നാലാമത്തെ ലക്ഷ്യമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ലക്ഷണമായി നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യർ സ്വയസ്നേഹികളാകും. നോയുടെ കാലം പോലെയുള്ള കാലം ഉണ്ടാകും. അങ്ങനെ ദൈവ വഴി വിട്ട് നടക്കും. മനുഷ്യർ ദൈവത്തിന്റെ വഴികളെ വിട്ട് ധാർമ്മികം അധപ്പതിക്കുന്ന ഒരു ലോകത്തിലായിരിക്കും. അവർ ആ ലോകത്തോട് താതാമ്യപ്പെട്ട് ജീവിക്കും. ഇതൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം ഉപരിയായി ഇവിടെ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. മത്തായി 24:32 മുതൽ 34 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെ കുറിച്ചും അതേപോലെ തന്നെ അവർക്കുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുകയും അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേഗം എടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കിയ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുന്നു. ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടോ നിങ്ങളോട് പറയുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, അത്തിയെ നോക്കി ഉപമടിക്കുവാൻ യേശു പറയുകയാണ്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് വളരെ കൃത്യമായി യേശു ഇവിടെ പറയുന്നത്. ഇവിടെ അത്തിയെ സൂചിപ്പിക്കുന്നത് ജൂതന്മാരെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് അത്തി എന്ന് പറയുന്നത്. അത്തിയെ കുറിച്ച് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അത്തി അതിന്റെ ഇലകൾ പൊഴിക്കുന്നു, അതുപോലെ തന്നെ അതിന്റെ കൊമ്പ് ഇളതായി, അത് അത്തി തണുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് അറിയുക എന്നുള്ളതാണ്. സാധാരണ അത്തി എന്നുള്ളത് വിന്റർ സീസൺ ആകുമ്പോൾ ഇല പൊഴിക്കാറുണ്ട്. അതിന്റെ കമ്പുകളൊക്കെ വളരെ കട്ടിയുള്ളതായി മാറും. ഒരാൾ അതിനെ വീഴ്ച കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോയി ഇനി അതൊരിക്കലും അത് ഇലകൾ തണുക്കുകയോ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫലം ഉണ്ടാകുമോ എന്ന് ആരും പ്രതീക്ഷിക്കുകയില്ല. അങ്ങനെ ഹാർഡായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്നാൽ കാലാവസ്ഥയെ മനസ്സിലാക്കുന്നവർ, സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നവർ അതിന്റെ കൊമ്പ് ഇളതായി വരും. ഇതിന്റെ ആ ഉണങ്ങിയ അവസ്ഥകൾ, അല്ലെങ്കിൽ ഏതാണ്ട് വരണ്ടിരിക്കുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ കട്ടിയേറിയ അവസ്ഥകൾ, ആ കൊമ്പിന്റെ ഹാർഡായിട്ടുള്ള അവസ്ഥകൾ മാറി അത് കൊമ്പ് ഇളതാകുകയും അതിന്റെ ഇല തളുക്കുകയും ചെയ്യുമ്പോൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും വേനൽ അടുത്തിരിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ജൂതനെ സംബന്ധിച്ചിടത്തോളം ജൂതന്റെ അവസ്ഥകളെ കുറിച്ചാണ് ഇവിടെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമതായി നമുക്കറിയാം, AD 70 ടൈറ്റസിന്റെ ആക്രമണ നിമിത്തം 10 ലക്ഷത്തിലധികം ജൂതന്മാർ അവിടെ യെരുശലേമിൽ കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതാണ്ട് 1900-ലധികം വർഷങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ഭൂമിയില്ലാതെ, വസ്തുവില്ലാതെ, അതേ വയലേലകളില്ലാതെ, രാജാവില്ലാതെ, പട്ടണമില്ലാതെ, രാജ്യമില്ലാതെ അവർ ലോകത്തിലെമ്പാടും അവർ വിഴുന്നു നടക്കേണ്ടതായി വന്നു. അവിടെയൊക്കെ അവർ പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അവർ ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നുപോയി. എങ്കിലും ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനം പോലെ അവർ 1948 ഒരു രാജ്യമായി തീർന്നു എന്നുള്ളതാണ്. 37-ാം അധ്യായത്തിൽ നമുക്കവിടെ വായിക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഈ ഇസ്രായേൽ പ്രവാചകരെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയിലേക്ക് ആത്മാവ് നടത്തിക്കൊണ്ടുപോയി. അതിനുശേഷം അതിനെ നടുവ് നിർത്തിക്കൊണ്ട് ഈ അസ്ഥികളോട് പ്രവചിക്കുവാൻ പറയുന്നു. അതുപോലെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രവാചകൻ പറയുന്നു, ദൈവമേ, നീ മാത്രം അറിയുന്നു എന്ന് അവിടെ പറയുകയാണ്. അവിടെ ദൈവം തന്നോട് പറയുകയാണ്, നീ അസ്ഥിയോട് പ്രവചിക്കുക, അതുപോലെ കാറ്റിനോട് പ്രവചിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ അസ്ഥിയോട് പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ അസ്ഥികൾ ഒരുമിച്ച് വന്നു ചേരുവാനിടയായി. അതൊരു സൈന്യമായി മാറുകയാണ്. പിന്നീട് കാറ്റിനോട് പ്രവചിക്കാൻ പറയുന്നത് പോലെ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ കാറ്റ് വന്ന് 4 ദിക്കിൽ നിന്ന് ഊതി ഇതിന്റെ ഉള്ളിലേക്ക് ജീവശ്വാസം വന്ന് അങ്ങനെ ഒരു വലിയ സൈന്യമായി അത് രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ഒന്ന്, ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. അവർ ലോകത്തെമ്പാടും ചിതറിപ്പോയാലും അവർ ഒരിക്കൽ ഒന്നിച്ചു ചേരുമെന്നും ഒരു രാജ്യമായി തീരുമെന്നുള്ള പ്രവചനം പോലെ 1948 1900 വർഷങ്ങൾക്ക് മുമ്പ് ചിതറിപ്പോയ ജൂതന്മാർ ഒരു രാജ്യമായി കടന്നു വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രവചന നിവൃത്തി മാത്രമല്ല, ലോകത്തിലെ ഒരു വലിയ അത്ഭുതവും കൂടെയാണ് അവിടെ നമുക്ക് നടക്കുന്നത് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം 1948 നടന്നു എന്നുള്ളതാണ്.
അത് നമ്മളെ കാണിക്കുന്നത് ഈ അത്തിയുടെ തണുപ്പാണ്. 1948 അവർ പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും ഇനിയും അവർ ലോകത്തിൽ ഒരുപാട് പുരോഗതിയിലൂടെ അവർ കടന്നു പോവുകയാണ്. അതിനിയും അവരുടെ ഉയർച്ചയുടെ അനുഭവങ്ങളിലേക്ക് വരും. എന്നാൽ ഇനിയും അവർ പീഡിപ്പിക്കപ്പെടേണ്ടതായി വരുമെന്നും തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ അവർ പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോഴും അവരുടെ വളർച്ചയും ഇവയെല്ലാം കാണിക്കുന്നത് കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ആലയത്തിന്റെ പണികളെല്ലാം പൂർത്തീകരിക്കുവാൻ വേണ്ടി അതിനുള്ള ബ്ലൂ പ്രിന്റുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. പുരോഹിതന്മാരെ വേണ്ട ട്രയലുകൾ അവർ കൊടുത്തു. ചുവന്ന പശുവിനെ യാഗം കഴിക്കുവാൻ വേണ്ടി അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ ഒരു ട്രയൽ ആയി അവർ ചുവന്ന പശുവിനെ അവർ യാഗം കഴിച്ച് അതിന്റെ ഭസ്മം എടുക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള കാഹളങ്ങളെ അവർ റെഡിയാക്കി, ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളെ അവർ റെഡിയാക്കി, പുരോഹിതന്മാരുടെ വസ്ത്രം അവർ റെഡിയാക്കി, അതുപോലെ തന്നെ ട്രംപറ്റ് പോലുള്ള ഉപകരണങ്ങൾ അവർ അതിനുവേണ്ടി തയ്യാറെടുത്തു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കറക്റ്റ് ചെയ്ത് ഒരു ആലയത്തിന്റെ പണിക്കായി അവർ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇനി സംഭവിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ആലയം അവർ വിശ്വസിക്കുന്നു. അത് മശീഹ തന്നെ വന്ന് ആ മൂന്നാമത്തെ ആലയത്തിന് വേണ്ടി അവിടെ ആദ്യത്തെ ശുശ്രൂഷ ചെയ്യത്തക്ക നിലയിൽ ചുവന്ന പശുവിനെ യാഗം കഴിക്കുകയും ആ ശുശ്രൂഷ മശീഹ തന്നെ ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയായി വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തിരുവചനം പറയുന്നു, ശൂന്യമാകുന്നവൻ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. നമ്മൾ വിശ്വസിക്കുന്നു, തിരുവചനാടിസ്ഥാനത്ത് നമ്മൾ വിശ്വസിക്കുന്നു, ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം കർത്താവ് മധ്യാകാശത്തിൽ വരുമെന്നും ദൈവത്തിന്റെ സഭയെ ചേർക്കുമെന്നും അതിനുശേഷം 7 വർഷക്കാലം ഇവിടെ മഹോദരം ഉണ്ടാകുമെന്നും അതിന്റെ മധ്യത്തിൽ 3.5 വർഷം കഴിയുമ്പോൾ എതിർ ക്രിസ്തു വന്ന് ആലയത്തിൽ കയറി വന്ന് അവൻ ആരാധന ആവശ്യപ്പെടുകയെന്നും അവനാണ് ആലയത്തെ മലിനമാക്കുന്നത്. നമുക്കറിയാം, BC അന്റിയോക്കസ് എപ്പിഫാനോസ് ആലയത്തിലേക്ക് കയറി ചെന്ന് അവിടെ പന്നിയെ യാഗം കഴിച്ച് ആലയത്തെ അശുദ്ധമാക്കിയതുപോലെ ഇവിടെ ഒരു എതിർ ക്രിസ്തു കടന്നു വന്ന് ആലയത്തെ അശുദ്ധമാക്കുമെന്നും ആരാധന സ്വീകരിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മഹോദരവ കാലത്ത് അങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ ആലയം പണികഴിപ്പിക്കപ്പെടണമെന്നുള്ളതാണ്. ആലയത്തിന് വേണ്ടിയുള്ള എല്ലാ വിധമായിട്ടുള്ള തയ്യാറെടുപ്പുകളും നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിന്റെ വരവ് ഇനി വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ എതിർ ക്രിസ്തുവിന്റെ ഭരണം ഈ ലോകത്തിൽ ഉണ്ടാകും. അവിടെ ആലയം പണിയപ്പെടും. അതുപോലെ ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിവൃത്തിയാകും എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, കർത്താവ് യേശു തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തലമുക്കി നോക്കുവാൻ പറയുകയാണ്. എന്തിനാണ് തലമുക്കി നോക്കുന്നത്? നിരാശ കൊണ്ട് കുനിഞ്ഞിരിക്കുവാനല്ല. ലോകം ഭയപ്പെടുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഭൂവാസികൾ ഭയപ്പെടും. എന്നാൽ ഈ വിശ്വാസിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അവന് അറിയാം, ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവൻ ശിക്ഷിക്കപ്പെടുവാൻ വേണ്ടിയല്ല, കർത്താവ് അവനെ ചേർക്കുവാൻ വേണ്ടി വരികയാണ്. ഒരു പട്ടാള കമാൻഡർ അവന്റെ കമാൻഡറിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സൈന്യം കമാൻഡർ കടന്നു വരുമ്പോൾ അവർ കുനിഞ്ഞല്ല നോക്കുന്നു, വളരെ പ്രതീക്ഷയോട് തല ഉയർത്തി നോക്കുന്നു എന്നതുപോലെയാണ് ഇവിടെ സഭ തല ഉയർത്തി നോക്കേണ്ടത്. ഇത് സംഭവിക്കുമ്പോൾ അവർ തല ഉയർത്തുമെന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോട് പ്രത്യാശയോട് തല ഉയർത്തുമെന്നുള്ളതാണ്. ഇവിടെ വിശ്വാസികളെ അവിശ്വാസികളെ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസികൾ നിരാശ കൊണ്ടും അവിശ്വാസികൾ നിരാശ കൊണ്ടും ഭയം കൊണ്ടും അവർ തലകുനിക്കുമ്പോൾ, അവർ ഭ്രമിച്ചു പോകുമ്പോൾ, അവർ ഇടറിപ്പോകുമ്പോൾ വിശ്വാസികൾ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും അവിടെ തല ഉയർത്തി നോക്കും. കാരണം മധ്യാകാശത്തിൽ കർത്താവ് വരുന്നു, അവനോടുകൂടെ മണിയറയിൽ ചേർക്കപ്പെടുവാൻ വേണ്ടി വലിയ പ്രതീക്ഷയോടാണ് അവർ തല ഉയർത്തി നോക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി തിരുവചനം പറയുന്നത്. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ സംക്ഷിപ്തമായി ഞാനിവിടെ പറയട്ടെ. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അത്തിയുടെ തണുപ്പാണ്. ആലയത്തിൻ്റെതായ പണികൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇസ്രായേൽ രാജ്യമായി തീർന്നു. അവർ പല യുദ്ധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നമുക്കറിയാം, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഏറ്റവും അശാന്തി പടർത്തുന്ന ഒരു സ്ഥലമാണ് ഇസ്രായേൽ. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്രായേലിനെ ഒരു ഭാരമുള്ള കല്ലാക്കി മാറ്റും എന്നുള്ളതാണ്. പാലസ്തീനിൽ ഏറ്റവും ഭാരമുള്ള കല്ലായി ഇന്നും ഇസ്രായേൽ നിൽക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇസ്രായേൽ അല്ലെങ്കിൽ ജെറുസലേം എന്ന് പറയുന്നത്. ഇതുവരെ 100-ലധികം യുദ്ധങ്ങൾ ജെറുസലേമിനെ ചൊല്ലി വലിയ യുദ്ധങ്ങൾ നടന്നു എന്നുള്ളതാണ്. 3 പ്രാവശ്യം ജെറുസലേം കംപ്ലീറ്റ് ആയി താഴ്ത്തപ്പെട്ടു അല്ലെങ്കിൽ ഉന്മൂലനാശം ചെയ്യപ്പെട്ടിട്ടു എന്നുള്ളതാണ്. 40-ലധികം പ്രാവശ്യം ഇസ്രായേൽ അതേപോലെ തന്നെ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ പട്ടണം പിടിച്ചെടുക്കപ്പെടുകയും അല്ലെങ്കിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധഭൂമിയായി ലോകത്ത് അശാന്തി പടർത്തുന്ന ഒരു സ്ഥലമായി ഇസ്രായേലിനെ നാം കാണുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ലോകത്തിന് ഒരു ഭാരമുള്ള കല്ലായി, അവരെ ചുമക്കുന്നവർക്ക് ഒരു ഭാരമുള്ള കല്ലായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നും തിരുവചനത്തിന്റെ പ്രവചന നിവൃത്തിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്.
അതുപോലെ ആകാശത്തിൽ മാറുന്ന ലക്ഷണങ്ങൾ നമുക്കറിയാം. സുനാമി പോലെയുള്ള കടൽത്തിരകൾ, രാഷ്ട്ര തിരമാലകൾ അടിക്കുമ്പോൾ ഇതുപോലെയുള്ള വലിയ സുനാമി പോലെയുള്ള കടലിന്റെ ഇളക്കങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് തിരുവചനം പറയുമ്പോൾ അതെല്ലാം നിവൃത്തിയാകുവാനുള്ള സാഹചര്യങ്ങളെല്ലാം അടുത്തിരിക്കുകയാണ്. കൂടാതെ ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. അതേപോലെ തന്നെ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. രാഷ്ട്രീയമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എന്താണ് രാഷ്ട്രീയ മാറ്റം? ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ലോകത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം. ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഇസ്രയേലിനെ എതിർക്കുന്നു, ഇസ്രയേലിനെ വെറുക്കുന്നു. അതുപോലെ രാജ്യങ്ങൾ തമ്മിൽ എതിർക്കും, ജാതിയോട് എതിർക്കും എന്നുള്ള തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജാതിയോടും രാജ്യത്തോടും എതിർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ സ്പിരിച്വലി മോറലി മനുഷ്യർ വളരെ ബലഹീനരായി മാറുമെന്നുള്ളതാണ്. അഥർവം പെരുകും, സ്നേഹം തണുക്കും. ഇവിടെ സ്നേഹം, ദൈവസഭയിലുള്ളവർ പോലും തമ്മിൽ സ്നേഹമില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരുവചനം പറയുന്നു, ഇതാണ് കർത്താവിന്റെ വരവിന്റെ മറ്റൊരു ലക്ഷണം എന്ന് കൂടെ ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. അതുപോലെ കള്ളപ്രവാചകന്മാർ പലയിടത്തും എഴുന്നേൽക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അനവധി കള്ളപ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവിന്റെ ഡേറ്റ് ഈ ദിവസങ്ങളിൽ പറഞ്ഞു, ആ ഡേറ്റുകൾ തെറ്റിയതായി അറിയാം. ഇനിയും ഒരുപാട് ആൾക്കാർ പറഞ്ഞു കർത്താവ് വന്നിട്ട് പോയി എന്ന് പഠിപ്പിക്കുന്നവർ നമ്മുടെ ഇടയിൽ പോലും ഇന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. ഇതെല്ലാം നാം കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? കർത്താവ് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ തെറ്റിക്കുമെന്ന് തിരുവചനം പറയുന്നത് പോലെ വളരെ കൃത്യമായി ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇവിടെ ഈ കാലഘട്ടത്തിൽ ദൈവസഭ എന്ത് ചെയ്യണമെന്ന് ഞാൻ അവസാനമായി പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുവാൻ എന്റെ സന്ദേശം ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിക്കാം. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കുവാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. ഇവിടെ നമുക്കറിയാം യേശു അവരോട് പറഞ്ഞു. ഇവിടെ യോഹന്നാന്റെ ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ സ്നാപക യോഹന്നാൻ. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഉപവസിക്കുന്നു, അതുപോലെ പരീശന്മാർ ഉപവസിക്കുന്നു, എന്നാൽ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ യേശു അവരോട് പറയുകയാണ്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം മണവാളൻ പിരിഞ്ഞു പോകേണ്ടതായി വരും, അപ്പോഴാണ് അവർ ഉപവസിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഉപവാസം എന്നുള്ള ബന്ധത്തിൽ യേശുവിന്റെ അതേപോലെ തന്നെ ഭൂമിയിൽ നിന്നുള്ള ഡിപ്പാർച്ചറിനെ കുറിച്ചും അതുപോലെ യേശുവിന്റെ പിന്നീടുള്ള വരവിനും ഇടയിലുള്ള ഒരു കാത്തിരിപ്പിനെ കുറിച്ചും ഒരു സമർപ്പണത്തെ കുറിച്ചും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉണർന്നു പ്രാർത്ഥിക്കുകയും നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് നമ്മിൽ നിന്ന് വിട്ടുപോകുമ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി ആ മണവാളിന് വേണ്ടി തന്നെ ഒരുക്കുവാൻ വേണ്ടി താൻ ഉപവസിച്ച് ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഈ ലോകത്തിലെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നാം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആ മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെന്നാണ് ദൈവം നമ്മളെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ മരവിച്ചിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് മാറ്റം വന്ന് ഒരു ഉത്സാഹത്തോട് ഈ സമൂഹത്തോട് നാം ചെയ്യേണ്ട കടപ്പാടുകൾ ചെയ്ത് ആത്മീയമായ ശ്രദ്ധയോട്, പ്രാർത്ഥനയോട്, ദൈവവചന പാരായണത്തോട് നാം ജീവിക്കണമെന്ന് തിരുവചനം പറയുകയാണ്. തിരുവചനം വളരെ കൃത്യമായി പറയുന്നു, രാത്രി കഴിവാറായിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ഭരണങ്ങളെല്ലാം അസ്തമിക്കാൻ പോവുകയാണ്. ഈ ലോകത്തിന്റെ ഈവിളായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സിസ്റ്റങ്ങളും വീണു പോകാൻ പോവുകയാണ്. അങ്ങനെ രാത്രിയുടെ ഭരണം തീരാൻ പോവുകയാണ്, കർത്താവിന്റെ ഭരണം വരാൻ പോവുകയാണ്. അതുകൊണ്ട് രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. തിരുവചനം വളരെ കൃത്യമാണ്. നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ നാം മനസ്സിലാക്കണം, പകൽ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വരവ് നമ്മുടെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ നിഴൽ നമുക്ക് കാണാൻ കഴിയും. അത് ശ്രദ്ധിക്കുന്നവർക്ക് നിഴലിനെ മനസ്സിലാക്കാൻ കഴിയും. ഒരു ട്രെയിനിന്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അത് അടുത്ത് വരുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലെ ആ ട്രെയിൻ അടുത്ത് വരുമ്പോൾ, തറ ഒരുങ്ങുമ്പോൾ കാലിൽ അതായത് ശരീരത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ ഒരു ദൈവത്തിൽ നോക്കി പാർക്കുന്ന ഒരു ദൈവത്തിന് കർത്താവ് വളരെ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു നിഴൽ ഒരു മനുഷ്യന്റെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ വസ്തു നമുക്ക് കാണാൻ കഴിയുന്നു. ആ നിഴൽ യാഥാർത്ഥ്യമല്ലെങ്കിലും ആ വരുന്ന വ്യക്തി ആ വ്യക്തി യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ഉറങ്ങുന്നവർ എഴുന്നേൽക്കണമെന്ന് തിരുവചനം പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉണരാം, നമ്മുടെ ഉദ്യമത്തിൽ നാം ഉണരാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഉണരാം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തോടും കുടുംബത്തോടും സഭയോടും നമുക്ക് ചെയ്യുവാൻ ഉണരാം. അങ്ങനെ നമ്മളെ ഉണർന്ന് ദൈവത്തിന്റെ വരവിനെ കാത്തിരിക്കുവാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.